ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. LDF അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. സീറ്റുകൾ മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. മേയറുടെ ചേംബർ ഉപരോധിച്ച LDF അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒല്ലൂക്കരയിൽ ചുവരെഴുത്ത് നടത്തി പരസ്യ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പരവട്ടാണി പുളിക്കൻ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കെട്ടിടത്തിൽ തീപിടുത്തം. കത്തിച്ചുവെച്ച മെഴുകുതിരിയിലാണ് തീ പടർന്നത്. മണ്ണുത്തി മുളയത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഏക്കത്തുക വർദ്ധിപ്പിച്ചു. മുൻനിര കൊമ്പന്മാരായ നന്ദനും ഇന്ദ്രസനും ഏക്കത്തുക 1.5 ലക്ഷം രൂപയാക്കി. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. അഴീക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടികൂടി. 3 ബോട്ടുകളിൽ നിന്നായി 10 ലക്ഷം രൂപ പിഴ ചുമത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. ഇടതുപക്ഷത്തെ കൌൺസിലർമാർക്ക് ഒന്നിച്ചിരിക്കാൻ ഇരിപ്പിടം നൽകാതിരുന്നതിനെ തുടർന്നുണ്ടായ വാഗ്വാദമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൌൺസിൽ യോഗത്തിന്റെ തുടക്കത്തിൽ 1.5 മണിക്കൂർ നീണ്ട പൊതുചർച്ചയ്ക്ക് മേയർ മറുപടി പറയുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. മേയറുടെ മറുപടിക്കിടെ തർക്കമുന്നയിച്ച് പ്രകോപിതനായ ഇടതുപക്ഷ കൌൺസിലർ അനീസ് മുഹമ്മദ് നാടകീയമായി മേയറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ഇത് തടയാൻ ഭരണപക്ഷ കൌൺസിലർമാർ കുതിച്ചെത്തിയതോടെ LDF അംഗങ്ങളെല്ലാവരും പാഞ്ഞെത്തുകയും ഇരുവിഭാഗവും പിടിയും വലിയും ഉന്തും തള്ളുമാവുകയുമായിരുന്നു. ഇതിനിടെ മേയർ ചേംബറിലേക്ക് മടങ്ങി. LDF അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്നു. മേയറുടെ ചേംബർ ഉപരോധിച്ച കൌൺസിൽ അംഗങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് പിന്നീട് നീക്കം ചെയ്തു. ഉന്തും തള്ളിനുമിടയിൽ കോൺഗ്രസ് കൌൺസിലർ മേഴ്സി അജി, മേയറുടെ PA EV സുനിൽ രാജ് എന്നിവർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുചർച്ചയുടെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് ഹിരൺ LDF അംഗങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനാകുന്ന വിധം ഇരിപ്പിടങ്ങൾ അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഒടുവിൽ മേയർക്ക് കത്ത് നൽകിയതിനെ തുടർന്ന് ആദ്യം സമ്മതിക്കുകയും പിന്നീട് നിരസിക്കുകയുമായിരുന്നുവെന്ന് പറഞ്ഞു. തുടർന്ന് കൌൺസിലർ അനീസ് അഹമ്മദും ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു. മേയറെ ഓഫീസിൽ കാണാൻ ടോക്കൺ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ആരോപണമുയർന്നു. ശനിയാഴ്ച ആരോഗ്യ വിഭാഗത്തിലേക്ക് HI നിയമനത്തിനായി നടന്ന അഭിമുഖം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കാത്തതിൽ ഭരണപക്ഷ കൌൺസിലർ ലാലി ജെയിംസ്, BJP കൌൺസിലർ വിൻഷി അരുൺ, പ്രതിപക്ഷ നേതാവ് ഹിരൺ, അനീസ് അഹമ്മദ് തുടങ്ങിയവർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. കോർപ്പറേഷന്റെ വികസന സെമിനാർ നക്ഷത്ര ഹോട്ടലിൽ നടത്തുന്നതിനെ ലാലി ജെയിംസ് വിമർശിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ മേയർ ഏതാനും നിമിഷം മാത്രം പങ്കെടുത്തതും സെക്രട്ടറി പങ്കെടുക്കാതിരുന്നതും രൂക്ഷമായ വിമർശനത്തിനിടയാക്കി. കുടിവെള്ള വിതരണ കാര്യത്തിൽ കാര്യക്ഷമത കാണിക്കാത്ത ജല അതോറിറ്റി എഞ്ചിനീയറെ BJP കൌൺസിലർ രഘുനാഥ് സി മേനോൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും അജണ്ട ഇനങ്ങൾ ചർച്ചയ്ക്കെടുക്കും മുൻപേ ആദ്യം ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മറുപടി പറഞ്ഞു. തുടർന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മറുപടി പറയുമ്പോഴായിരുന്നു നാടകീയമായ സംഘർഷത്തിൽ കലാശിച്ചത്. TCV തൃശൂർ. BJPയുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒല്ലൂക്കര 16-ാം ബൂത്തിൽ മതിലിൽ താമര വരച്ച് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ
സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ ഹരി, പി കെ ബാബു, ബൂത്ത് പ്രസിഡന്റ് ടി കെ കണ്ണൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു. കാർ മാർഗം ഒല്ലൂക്കരയിലെത്തിയ BJP ദേശീയ അധ്യക്ഷന് വാദ്യമേളങ്ങളോടെയാണ് സ്വീകരിച്ചത്. വികസിത കേരളം, സുരക്ഷിത കേരളം, ആചാര സംരക്ഷണം എന്നീ മുദ്രാവാക്യവുമായാണ് BJP ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. പത്മജ വേണുഗോപാൽ, MT രമേശ് എന്നിവരെയാണ് BJP തൃശൂർ മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്താനും സംസ്കാരം സംരക്ഷിക്കാനും BJP പ്രതിജ്ഞാബദ്ധരാണെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ യുവാക്കൾക്കും സംരംഭകർക്കും കൂടുതൽ വിശ്വാസവും ഉറപ്പുമാണ് നൽകുന്നതെന്നും നിതിൻ നബീൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റും വികസിത കേരളവും എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റ് സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലവിധ വികസന പദ്ധതികളിലൂടെ നരേന്ദ്രമോദി രാജ്യത്തെ പുനർനിർമ്മിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെയോ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെയോ ഇതുവരെയും ഒരു അഴിമതി ആരോപണവുമില്ല. എന്നാൽ കേരളത്തിൽ അതല്ല അവസ്ഥ. ലൈഫ് മിഷൻ, AI ക്യാമറ തട്ടിപ്പുകളൊക്കെ കേരളത്തിലെ അഴിമതിയുടെ ഉദാഹരണങ്ങളാണ്. സർവ്വമേഖലയിലും വികസനമെത്തിച്ച് കേരളത്തെയും ഭാവിയിൽ സിലിക്കൺ വാലിയായി മാറ്റണം. പുതിയ കേരളം സൃഷ്ടിക്കാൻ NDA സർക്കാർ വരണം. അതിന് കേരള ജനത NDA വിശ്വാസത്തിലെടുക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. हम उस स्ट्रक्चरल चेंज के साथ आएंगे जिसमें अंतिम पैदान पर बैठा हुआ व्यक्ति को विकास की योजनाओं से जोड़ेंगे. हम केरल के टूरिज्म को बढ़ाएंगे, हम केरल के कल्चर को सिक्योर करेंगे और साथ ही साथ अपने जो सबसे बड़ा संसाधन है हमारे युवा, हमारी महिलाएं, उनको स्ट्रेंथन करते हुए, हमारे किसान, हम उन सब को मजबूत करते हुए आगे बढ़ेंगे और माननीय प्रधानमंत्री जी का जो सपना है 2047 के विकसित भारत बनाने का, उसमें विकसित केरलम बनाने के भी सपने को हम साकार करेंगे. ബജറ്റ് പുറത്തു വരും മുൻപേ നെഗറ്റീവ് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ രാഷ്ട്രീയമാണ് നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ദിശാബോധമുള്ള 2070 വരെയുള്ള ഭാവി മുന്നിൽ കണ്ടുള്ള മികച്ച ബജറ്റാണ് കേന്ദ്രത്തിന്റേതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതിനു മുമ്പ് തന്നെ അതിനെ എതിർത്തുകൊണ്ടുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദിസ് ഈസ് ദ മോസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ബഡ്ജറ്റ് ദാറ്റ് ശ്രീ നരേന്ദ്രമോദി ആൻഡ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഹാസ് ഡിസൈൻഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. 10 കൊല്ലം കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്തവരാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. UPA സർക്കാരുകൾ 42,000 കോടിയാണ് കേരളത്തിന് നൽകിയത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ 1,82,000 കോടി രൂപയാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 കൊല്ലം ജനങ്ങള് വിശ്വസിച്ചൊരു അവസരം കൊടുക്കുമ്പോൾ ഏത് നാടിന്റെയും ഏത് സംസ്ഥാനത്തിന്റെ ഒരു സർക്കാർ ആണെങ്കിൽ അവരുടെ ഒരു കടമയാണ് ആ 10 കൊല്ലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? അവര് ചെയ്യുന്നില്ല, അവര് തരുന്നില്ല, മറ്റൊരു തരുന്നില്ല. അപ്പോ അതാണ് ഈ വിവാദം. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, B ഗോപാലകൃഷ്ണൻ, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണലുകളുമായി നടന്ന പരിപാടിയിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞ ശേഷമാണ് നിതിൻ നബീൻ മടങ്ങിയത്. TCV തൃശൂർ. പറവട്ടാനി പുളിക്കൻ മാർക്കറ്റ് ജംഗ്ഷനിലെ കടമുറിയിൽ തീപിടുത്തം. റിജോ ബേക്കറിക്ക് മുകളിലുള്ള മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. മുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്നയാൾ കത്തിച്ചുവെച്ച മെഴുകുതിരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് സംശയം. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മണ്ണുത്തി മുളയത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ശക്തമായ പുക ഉയർന്നതുമൂലം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അവിടെ ബാക്കിൽ തീ ഒടുകയായിരുന്നു. അപ്പോൾ അതിൽ തീ കയറി ഉള്ളിൽ കയറി പിടിച്ചു. അപ്പോൾ ഫയർഫോഴ്സ് വരുന്നുണ്ട്. ആകെ കരിയെ മൊത്തം തീ പിടിച്ച പിടി ഫയർഫോഴ്സ് എത്തിയിട്ടുള്ളൂ.
കരിഞ്ഞ പുകയാണ് വരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഏക്കത്തുക വർദ്ധിപ്പിച്ചു. മുൻനിര കൊമ്പന്മാരായ നന്ദനും ഇന്ദ്രസെനും ഏക്കത്തുക 1.5 ലക്ഷം രൂപയാക്കി. 1.25 ലക്ഷമാണ് നിലവിലെ നിരക്ക്. ദേവസ്വത്തിലെ 35 ആനകളുടെയും ഏക്കത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജശേഖരൻ, ദാമോദർദാസ്, സിദ്ധാർത്ഥൻ, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാരുടെ ഏക്കം 1,10,10,000 രൂപയാക്കി. ശ്രീധരൻ, വിഷ്ണു, ബാലകൃഷ്ണൻ, രവികൃഷ്ണൻ, ചെന്താമരാക്ഷൻ, ബൽറാം, ഗോപികൃഷ്ണൻ, ജൂനിയർ വിഷ്ണു, ബാലു എന്നീ ആനകളുടെ ഏക്കത്തുക 80,000 രൂപയിൽ നിന്ന് 90,000 രൂപയാക്കി. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. അഴീക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടികൂടി. ബോട്ടുകളിൽ നിന്ന് 10 ലക്ഷം രൂപ പിഴ ചുമത്തി. അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് രാത്രികാല കരവലി നടത്തിയ എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഏഗർ, മുദ്ര, വചനം 4 എന്നീ ബോട്ടുകളാണ് സംയുക്ത സംഘം പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച 88,600 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. മുദ്ര, വചനം എന്നീ ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതവും ഏഗർ ബോട്ടിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ C രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തിയത്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും നൽകുന്ന കത്തുകളും പരാതികളും പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്താനോ പരിഗണിക്കാനോ തയ്യാറാവുന്നില്ലെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. 8ാം വാർഡ് മെമ്പർ സജിത സുനീഷ് മനക്കൽപ്പടി SC കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും 16ാം വാർഡ് മെമ്പർ ജോർജ് മങ്ങാട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ്റ്റ് ലൈറ്റ് കത്തിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയും അടിയന്തര പ്രാധാന്യമുള്ള കത്തുകളും പരാതികളും ഭരണസമിതി പരിഗണിക്കുന്നില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ അനാവശ്യമായി തള്ളിക്കയറ്റിയിരിക്കുകയാണെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മാത്രമല്ല, എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് താൽക്കാലിക ജീവനക്കാർ, കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് നികുതി അടക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ആൾക്ക് നികുതി അടച്ചു കൊടുക്കുന്നതിന് പോലും കഴിയാത്ത ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പഞ്ചായത്തിലെ മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന പരാതികളും കത്തുകളും പഞ്ചായത്തിന്റെ അജണ്ടയിൽ ഉടൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. യോഗ നടപടികൾ ആരംഭിച്ച ഉടൻ കോൺഗ്രസ് മെമ്പർ മുദ്രാവാക്യം വിളിച്ച് യോഗ ഹാളിൽ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവായ NK കബീറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ ആന ടീച്ചർ, മീന ശലമോൻ, സജിത സുനീഷ്, റിജി ജോർജ്, ഷാജി വർഗീസ് എന്നിവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പരാതികൾ ഉടൻ കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗത്തിലെ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവുമാണെന്ന് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യോഗമാണ് നടന്നത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ഉന്നയിച്ചാണ് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചത്. മെമ്പർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തുല്യ പരിഗണന നൽകിയാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. താൽക്കാലിക ജീവനക്കാരുടെ പ്രവർത്തനം മികവുറ്റതാണ്. താൽക്കാലിക ജീവനക്കാരെക്കുറിച്ച് ഒരു പരാതി പോലും പ്രതിപക്ഷമായ കോൺഗ്രസ് എഴുതിത്തരുകയോ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് മെമ്പർമാർ നടത്തിയതെന്നും പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. തികച്ചും മെമ്പർമാർ പറയുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ റിവിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും നമ്മൾ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെയാണ് നമ്മൾ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയത്.
അതുപോലെ തന്നെ ഇവിടെ താൽക്കാലിക ജീവനക്കാർ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പരാതിയായിട്ട് ഇതുവരെ എൻ്റെ അടുത്തേക്ക് ഇവരാരും വന്നിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ നിലവിലുള്ള ജീവനക്കാരുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പരാതിയായിട്ട് ലഭിക്കണം. അപ്പം തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അടിപ്പാതകളുടെ നിർമ്മാണങ്ങൾക്ക് പുറമെ ചാലക്കുടി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൂടി തുടങ്ങുന്നതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന് ആശങ്ക. നിലവിൽ മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിൽ നടന്നുവരുന്ന അടിപ്പാത നിർമ്മാണം മൂലം വാഹന ഗതാഗതം ദുസ്സഹമാണ്. അശാസ്ത്രീയവും സുതാര്യമില്ലാത്തതുമായ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പാർശ്വഭിത്തി കെട്ടിപ്പോക്കുന്ന സ്ലാബുകൾ നിലം പൊത്തുന്ന സംഭവം പലതവണയുണ്ടായി. ഇതുമൂലം സർവീസ് റോഡിലൂടെ അതീവ ശ്രദ്ധയിലും കുറഞ്ഞ വേഗത്തിലുമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. തിങ്കൾ, ശനി ദിവസങ്ങളിൽ സ്ഥിരമായി വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നു. ഇതിനിടെ തീരുമാനിച്ച ചാലക്കുടി പുഴയിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളാണ് ആശങ്ക ഉയർത്തുന്നത്. എറണാകുളം തൃശൂർ ദിശയിലെ 5.5 പതിറ്റാണ്ട് പഴക്കമുള്ള പാലത്തിലാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള തീരുമാനം. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കലിന് 1 മാസം വേണമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നു. പ്രവർത്തികൾ എത്ര നാൾ നീളുമെന്ന് കണ്ടറിയണം. ഈ ഘട്ടത്തിൽ എല്ലാവിധ വാഹനങ്ങളും തൃശൂർ, എറണാകുളം ദിശയിലെ പുതിയ പാലത്തിലൂടെ കടത്തിവിടും. ഒറ്റവരി ഗതാഗതം മാത്രമാകുമ്പോൾ പ്രതിസന്ധിക്ക് ആക്കം കൂടുമെന്നതിൽ തർക്കമില്ല. സമാന്തരമായി ഉപയോഗിക്കുന്ന പ്രാദേശിക റോഡുകളിൽ ഇപ്പോൾ കനത്ത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പാലത്തിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ പോലീസ് രംഗത്തുണ്ടാകുമെങ്കിലും ഇതൊന്നും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അറ്റകുറ്റപ്പണികൾക്കായി എപ്പോൾ വേണമെങ്കിലും പഴയ പാലം അടയ്ക്കുമെന്ന് NHIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. തിരുവില്ലാമല പട്ടിപ്പറമ്പ് ഏരുകുളത്ത് തേനീച്ചാക്രമണത്തിൽ 2 KSEB ജീവനക്കാരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ KSEB ഉദ്യോഗസ്ഥനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേനീച്ചകളുടെ കൂടുകൾ കണ്ടെത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് തേനീച്ചക്കൂട് കണ്ടെത്താൻ കഴിയാത്തത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ദേശീയപാത 66 നിർമ്മാണത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ നഗരത്തിൽ അനുഭവപ്പെടുന്ന പൊടിശല്യവും അപകട സാധ്യതയും ഒഴിവാക്കാനായി നഗരസഭ നടപടികൾ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ മണ്ണ് നീക്കം ചെയ്യൽ ആരംഭിച്ചു. ദേശീയപാത നിർമ്മാണ പ്രദേശത്തു നിന്നും നഗരത്തിലെ പ്രധാന റോഡുകളിലേക്ക് പറന്നെത്തുന്ന പൊടിയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. തിരുവില്ലാമലയിൽ കാറും ജീപ്പും കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. കാറിൽ നിന്ന് നിരവധി മദ്യക്കുപ്പികൾ നാട്ടുകാർ കണ്ടെടുത്തു. കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തെ തുടർന്ന് ലക്കിടി പഴയന്നൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനായുള്ള NDA പാനൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ TK ഷാജു, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അമ്പാട്ട്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ്, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയകുമാരി അനിലൻ, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുഷിതാംബരൻ, ബാബു കോലോത്ത്, രമിത് സുബ്രഹ്മണ്യൻ, KC ബാബുനന്ദനൻ, ഗോപാലൻ, CV നിതീഷ്, MS രഞ്ജിത്ത് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കർഷകരുടെ ദീർഘകാലമായുള്ള പരാതിക്ക് പരിഹാരമാകുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് ക്ലൂസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങി. ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളിലെ 400 ഏക്കറിലധികം വരുന്ന നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്ന പദ്ധതിയാണ് മുട്ടിപ്പാലം ക്ലൂസ് കം ബ്രിഡ്ജ്. തണത്തറ
തണത്തറ തോടിന് കുറുകെ ഉണ്ടായിരുന്ന ജീർണാവസ്ഥയിലായ പഴയ പാലവും തടയണയും പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് നിലവിൽ പൈലിംഗ് ജോലികൾ തുടങ്ങിയിരിക്കുന്നത്. കാലവർഷത്തിന് മുന്നേ പ്രാഥമിക പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴയ തടയണ പൊളിച്ചതോടെ താൽക്കാലിക ബണ്ട് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം നിർമ്മാണ പ്രവർത്തികൾക്കു വേണ്ടി തുറന്നുവിടുന്നത് കർഷകർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തോട്ടിലെ വെള്ളം വറ്റിയാൽ മേഖലയിൽ കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുമെന്ന ആശങ്ക കർഷകർ ഉന്നയിച്ചു. സംസ്ഥാനപാത പെരുമ്പിലാവിൽ ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായി എടുത്ത കുഴി താൽക്കാലികമായി മൂടിയത് മൂലം മേഖലയിൽ ഗതാഗത തടസ്സവും അപകട ഭീഷണിയും ഉയർത്തുന്നു. പെരുമ്പിലാവ് സെന്ററിൽ പട്ടാമ്പി റോഡിൽ ഒരാഴ്ച മുൻപാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് പൊളിഞ്ഞത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴി അടച്ച് റീടാറിംഗ് ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവ് മുതൽ നണത്തറ പാലം വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിൽ പലയിടത്തും പൈപ്പ് പൊട്ടിയുണ്ടായ കുഴികൾ ഭാഗികമായി മാത്രമാണ് അടച്ചിട്ടുള്ളത്. കുന്നംകുളം ചെറുവള്ളിക്കടവ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. AC മൊയ്തീൻ MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വാർഡ് കൌൺസിലർ ഷനോഫ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പാലം നിർമ്മാണം പാടശേഖരങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പു നൽകി. പുല്ലൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം നാളെ മുതൽ 15 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച 2 നടക്കുന്ന ചടങ്ങിൽ സാന്ദ്രാനന്ദം ചെയർമാൻ സന്തോഷ് ചെറാകുളം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ വിശാഖൻ നമ്പൂതിരി, രുദ്രൻ വാര്യർ, സുജയ് നമ്പൂതിരി, ജിത ബിനോയ് കുഞ്ഞിലിക്കാട്ടിൽ, സുചിത്ര വിനയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവം പെരുമ്പിലാവിൽ തുടരുന്നു. 5 വേദികളിൽ 106 ഇനങ്ങളിലാണ് മത്സരം. സ്റ്റേജ് ഇനം മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കും. കലോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമാകും. കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലാണ് അൻസാർ വുമൻസ് കോളേജിൽ കലോത്സവം നടത്തുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. പവന് 2120 രൂപ വർദ്ധിച്ച് 1,14,840 രൂപയിലെത്തി. ഗ്രാമിന് 265 രൂപ വർദ്ധിച്ച് 14,355 രൂപയാണ് ഇന്നത്തെ വില. ജനുവരി 29 ഒരു പവൻ സ്വർണത്തിന് 1,31,160 എന്ന സർവകലാടിസ്ഥാന റെക്കോർഡിൽ വിലയിരുത്തിയിരുന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാളിന് തുടക്കമായി. നാളെയാണ് തിരുനാൾ. തിങ്കളാഴ്ചയാണ് ടൗൺ അമ്പ്. അത്താണി പത്താഴക്കുണ്ട് ഡാം റോഡിൽ നവോദയ നഗറിൽ വീടുകളുടെ ഉയരത്തിലൂടെ പോകുന്ന റോഡിന് സുരക്ഷാഭിത്തിയും നടപ്പാതയും കാനയുമില്ല. അശാസ്ത്രീയ റോഡ് നിർമ്മാണം അപകടക്കെണിയായതോടെ ദുരന്ത മുന്നറിയിപ്പിന്റെ ആശങ്കയിലാണ് നിരവധി കുടുംബങ്ങൾ. നവീകരണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വലിയ വാഹനങ്ങൾ വശമൊതുക്കി നൽകുമ്പോൾ റോഡിടിഞ്ഞ് അപകടം സംഭവിച്ച് താഴ്ചയിലുള്ള വീടുകൾക്ക് സമീപത്തേക്ക് മറിയാൻ സാധ്യതയുണ്ടെന്നും അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മഴ പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുമെന്നും ഇവർ പറയുന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്ക് അത്താണി വഴിയുള്ള പാതയുടെ താഴ്ചയിലുള്ള പ്രദേശത്തെ വീടുകൾക്ക് സമീപത്ത് സുരക്ഷിതമായ നടപ്പാതയില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മേഖലയിലെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് സ്ഥലം സന്ദർശിച്ച DCC സെക്രട്ടറി ജിജോ കുര്യൻ ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള വീടുകളിലേക്ക് മുഴുവനും മഴക്കാലത്ത് വെള്ളം മുഴുവൻ വീടുകളിലേക്ക് മറിയും. ഒരു വണ്ടി സൈഡ് കൊടുത്താൽ ആ സൈഡ് കൊടുത്ത വണ്ടി ഉറപ്പാണ് താഴ്ത്ത വീടുകളിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കേരളത്തില് അപകടം വന്നതിന് ശേഷം ആ അപകടം ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ചെയ്തു വരുന്നത്. ഇത് ഞങ്ങൾ അപകടം വരുന്നതിന് മുമ്പ് ജനശ്രദ്ധയിലും പെടുത്തുകയാണ്, ഒപ്പം തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പഴമക്കാർ പറയുന്നത് പോലെ ചെരുപ്പ് വാങ്ങിയതിനു ശേഷം ആ ചെരുപ്പ് പാകമാക്കുന്നതിന് വേണ്ടി കാല് മുറിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ റോഡ്.
ശോചനീയാവസ്ഥയിലായിരുന്ന സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന റോഡ് നാട്ടുകാരുടെ മുറവിളിയെ തുടർന്ന് വർഷങ്ങൾക്കു ശേഷമാണ് വിവിധ ഭാഗങ്ങളിൽ 600 മീറ്ററോളം ദൂരം കട്ടവിരിച്ച് നവീകരണം പൂർത്തിയാക്കിയത്. മുഴുവൻ ഭാഗങ്ങളിലും റോഡ് 1 മീറ്ററിലധികം ഉയർത്തി നവീകരണം നടത്തിയപ്പോൾ സമയബന്ധിതമായി വശങ്ങൾ കെട്ടിയുയർത്താത്തതും കാനയും സംരക്ഷണ ഭിത്തികളും ഒരുക്കാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ധാരാളം വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒരു 85 വയസ്സുള്ള അമ്മയാണ്. ആ അമ്മയെ കൈ പിടിച്ചിറക്കേണ്ട ഗതികേടിലാണ് ഈ റോഡ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പരിഹാരമായി രതീഷ്, ജ്യോതി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവയിൽ അടിപ്പാതയില്ലാത്ത സാഹചര്യത്തിൽ പാലത്തിനടിയിൽ യു ടേൺ സംവിധാനം നടപ്പിലാക്കണമെന്നും സർവീസ് റോഡ് വീതി കൂട്ടണമെന്നും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ, പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ എന്നിവർ ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ കോടതിയെ സമീപിക്കുമെന്നും ലത്തീഫ് കെട്ടുമ്മൽ അറിയിച്ചു. തൃശൂർ കോപ്പറേറ്റീവ് കോളേജിന്റെ വാർഷികാഘോഷം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രസിഡന്റ് ടി.എസ്. സജീവൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ഗിരീഷ് ഗംഗാധരൻ, കോളേജ് പ്രിൻസിപ്പൽ ടി. സുരേഷ് കുമാർ, A.G. നാരായണൻ, ശ്രുതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാർട്ടേഡ് അക്കൌണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോലടി സ്വദേശിനി ദേവിക എൻ കാർത്തായെ സാംസ്കാരിക പൌരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്. അജി അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, വൈസ് പ്രസിഡന്റ് സുമിത ഷാജി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീനങ്ങാടി കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിച്ച പാത്രിയാർക്ക പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ഇടവകാംഗം ഫാദർ വികാസ് വടക്കൻ പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ അബ്രഹാം യാക്കോബ്, പള്ളി ട്രസ്റ്റി KJ സോജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 28ാമത് ഉറൂസിന് തുടക്കമായി. അബൂബക്കർ സാദി കക്കിടിപ്പുറം കൊടിയുയർത്തി. കൂട്ടസിയാറത്തിന് അസ്ലം മുസ്ലിയാർ കയ്പമംഗലം നേതൃത്വം നൽകി. ഇന്ന് വൈകിട്ട് 7 നടക്കുന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽബുഗാരി, അബ്ദുസമദ് സഖാഫി എന്നിവർ നേതൃത്വം നൽകും. തിങ്കളാഴ്ച നടക്കുന്ന ഖത്തം ദുആക്ക് അലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും. സമാപന സമ്മേളനത്തിൽ C. മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി ബി വി ശിവപ്രസാദ് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതിയോടെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. വെള്ളിയാഴ്ചയാണ് താലപ്പൊലി. ക്ഷേത്രം ഭാരവാഹികളായ ബാലൻ ചീരെടുത്ത്, കണ്ണൻ അയ്യപ്പത്ത്, ഹരീഷ് പൊന്നാരശ്ശേരി, ഹരി കോളാടി, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത് തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റും വാർഷികവും ആഘോഷിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KV ഷൈബു, PTA പ്രസിഡന്റ് OV ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായി. ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. ഫുട്ബോൾ ഗ്രൌണ്ട്, സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ടോയ്ലറ്റ് ബ്ലോക്ക്, ഗ്രീൻ റൂമുകൾ എന്നിവ അടങ്ങുന്ന മൾട്ടിപർപ്പസ് ഗ്രൌണ്ടാണ് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുക. കൂടാതെ രാത്രികാലങ്ങളിൽ ടൂർണമെന്റ് നടത്തുവാനും പരിശീലനങ്ങൾ നൽകുവാനുമുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് സൌകര്യങ്ങളും ഉണ്ടാകും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഉപജില്ലാ തലത്തിൽ നടക്കുന്ന സ്പോർട്സ് മീറ്റുകളടക്കം വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് E.T. ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു.
LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം, ജാഥ അംഗങ്ങളായ CS സുജാത, M സ്വരാജ്, VP ജോസഫ്, M ഷിജു, യൂജിൻ മൊറേലി, സംഘാടക സമിതി ചെയർമാൻ M രാജേഷ്, മുസ്താഖ് അലി, PB ഖീസ് എന്നിവർ സംസാരിച്ചു. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ്, PK ചന്ദ്രശേഖരൻ, KG ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ആർത്താറ്റ് നവരശ്മി 103 നമ്പർ അംഗനവാടിയിൽ പുതുതായി ആരംഭിച്ച ക്രഷ് ഡേ കെയർ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മിഷ സെബാസ്റ്റ്യൻ, പുഷ്പ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ തൃശൂർ ജില്ലാ പര്യടനം പൂർത്തിയായി. ചാലക്കുടിയിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷനായി. ഇന്ത്യയെ അമേരിക്കയ്ക്ക് അടിയറവ് വയ്ക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിനെതിരെ കോൺഗ്രസ് മൌനം പാലിക്കുന്നത് ആശ്ചര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ലോകമാകെ വികസന മാതൃകയെന്ന് ചൂണ്ടിക്കാട്ടുന്ന കേരളത്തെ ഇടിച്ചുതാഴ്ത്തൽ മാത്രമാണ് സതീശനും കേരളത്തിലെ കോൺഗ്രസും സമയം കണ്ടെത്തുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആധുനിക LHB കോച്ചുകളിലേക്ക് മാറുന്നതിന് മുന്നോടിയായി ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസിന്റെ റിസർവ്ഡ് കോച്ചുകളിൽ റെയിൽവേ മാറ്റം വരുത്തി. ഇനി മുതൽ രാവിലെ തൃശൂരിനും ആലപ്പുഴയ്ക്കുമിടയിലും വൈകിട്ട് ആലപ്പുഴയ്ക്കും പാലക്കാടിനുമിടയിലും S9 കോച്ചാണ് റിസർവ്ഡായി ഓടുക. സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റോ സീസൺ ടിക്കറ്റോ കൈവശമുള്ള യാത്രക്കാർക്ക് മെയിൽ സ്റ്റേഷനുകൾക്കിടയിൽ ഈ കോച്ചിൽ യാത്ര ചെയ്യാവുന്നതാണ്. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിന്റെ 108ാം വാർഷികാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, PC മണികണ്ഠൻ, പ്രധാന അധ്യാപിക PN നിത്യകല തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഫാദർ പ്രകാശ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, ഫാദർ സാന്റിയോ എലവുത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി. കൈകാര്യന്മാരായ KA ബേബി, ജോയ് ആന്റണി, MK ജോഷി, KA രാജു എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ദേശവിദ്യാലയം UP സ്കൂളിലെ വാർഷികാഘോഷം സാഹിത്യകാരൻ പ്രൊഫസർ VG തമ്പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TN ലളിത അധ്യക്ഷത വഹിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാൻ കണ്ണാട്ട് സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ഹൌലത്ത് ഷമീർ, വിദ്യ അനീഷ്, ശബരീഷ് കേശവ്, ഡോക്ടർ ജോയൽ മഞ്ഞില, M ശ്രീനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. വലിയൊരു സന്തോഷമുണ്ട്, സ്നേഹത്തിന്റെ ഒരു സന്തോഷമുണ്ട്. കനകമല കല്ലേടം ശ്രീ മഹാദേവ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് നാളെ കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന ഉത്സവ ദിവസമായ 15-ന് കാഴ്ചശീവേലി, സ്വർണ്ണക്കുടം എഴുന്നള്ളിപ്പ്, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ്, പള്ളിവേട്ട എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് മോഹനൻ കുണ്ടോളി, വൈസ് പ്രസിഡന്റ് ജയൻ പണ്ടാരപ്പറമ്പിൽ, KB വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,355, പവന് 1,14,840. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. LDF അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. സീറ്റുകൾ മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. മേയറുടെ ചേംബർ ഉപരോധിച്ച LDF അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു.
തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഒല്ലൂക്കരയിൽ ചുവരെഴുത്ത് നടത്തി പരസ്യ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പറവട്ടാനി പുളിക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കെട്ടിടത്തിൽ തീപിടുത്തം. കത്തിച്ചുവെച്ച മെഴുകുതിരിയിൽ നിന്നാണ് തീ പടർന്നത്. മണ്ണുത്തി മുളയത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ ഏക്കത്തുക വർദ്ധിപ്പിച്ചു. മുൻനിര കൊമ്പന്മാരായ നന്ദനും ഇന്ദ്രസെനും ഏക്കത്തുക 1.5 ലക്ഷം രൂപയാക്കി. ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. അഴീക്കോട് തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടികൂടി. 3 ബോട്ടുകളിൽ നിന്നായി 10 ലക്ഷം രൂപ പിഴ ചുമത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.